ഹേ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ R6 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ R6ൻ്റെ എക്സോസ്റ്റ് അപ്ഗ്രേഡ് നമ്മുടെ ഇരുന്ന് ഈ ടോസിൻ്റെ സ്ലിപ്പ് ഓൺ എടുത്ത് അതിന് കയറ്റാന്നുള്ള പരിപാടിയാണ്. എന്നിട്ട് ഫുൾ എക്സോസ്റ്റ് പിന്നെ ചെയ്യണം. അപ്പം ജസ്റ്റ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം സെർവോ മോട്ടറും ഉണ്ട് അപ്പം ഈ വണ്ടിക്ക്. അപ്പോൾ സെർവോ മോട്ടർ ഡിസ്കണക്ട് ചെയ്യണം. പിന്നെ ഈ സ്ലിപ്പ് ഓൺ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. അതേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് നമുക്ക് എക്സ് പൈപ്പും മിഡ് പൈപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓൺ ദി വേ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇപ്പം വേറൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ബേസിക് നമുക്ക് കുറച്ചുകൂടെ സൗണ്ട് വേണം, കുറച്ചുകൂടെ ഒരു അഗ്രഷൻ. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് സ്ലിപ്പ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം സെർവോ മോട്ടർ ഉള്ളതുകൊണ്ട് അത്ര ഒരു സൗണ്ട് വരത്തില്ല. അപ്പോൾ ആ സെർവോ മോട്ടർ അത് ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ വാൽവ് RPM അനുസരിച്ച് കൺട്രോൾ ആവണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഫുൾ സ്റ്റോക്ക് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ക്യാറ്റ് വരും. ഇവിടെ O2 സെൻസർ വരും. ഇതപ്പോൾ നമ്മുടെ വേറൊരു വണ്ടി ഇരുന്നതാണ്. അപ്പോൾ നമ്മളിത് എടുത്ത് ആ വണ്ടി സോൾഡ് ആയതുകൊണ്ട് അപ്പോൾ ഇതെടുത്തതാണ്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതും ഇവിടുന്ന് നമ്മൾ ഇത് സ്റ്റോക്ക് മഫ്ലർ കളഞ്ഞിട്ട് ഈ ടോസിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി ഇതാണ് സെർവോ മോട്ടറിൻ്റെ ലൈൻ വരുന്നത്. നമുക്ക് ഇത് ഫുള്ള് ഊരി സെറ്റ് ചെയ്യണം. എന്നിട്ട് സെർവോ മോട്ടർ ഊരിയിട്ട് ആ സെർവോ മോട്ടറിനൊരു സെർവോ ബഡി എന്ന് പറഞ്ഞൊരു അഡാപ്റ്റർ ഉണ്ട്. അത് കണക്ട് ചെയ്യൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ലൈറ്റ് വരും. അപ്പം സെർവോ ഇത് ബട്ടർഫ്ലൈ വാൽവ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ വാൽവ് ഇപ്പം ലോ RPM ക്ലോസ്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ RPM കൂടുന്നതനുസരിച്ച് അത് ഓപ്പൺ ആകും. അപ്പോൾ സൗണ്ടും കൂടും, നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസും വ്യത്യാസം. അപ്പോൾ ഫുൾ ടൈം ഓപ്പൺ ആക്കിയിട്ട് എല്ലാവരും സെർവോ ഡിലീറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ സെർവോ മോട്ടർ ഇത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈസിയാണ് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആ സെർവോ ബഡി എന്നുള്ള അഡാപ്റ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇവന് എഞ്ചിൻ കോഡ് വന്നാലും വലിയ കുഴപ്പമില്ല. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഇതിലോട്ട് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ വണ്ടിയിലിപ്പോൾ വണ്ടി ഫുൾ ബോൺ സ്റ്റോക്കാണ്. എക്സോ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്റ്റോക്ക് മഫ്ലറും എല്ലാം ക്യാറ്റും എല്ലാം ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാം. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കവർ ഊരണം. ഈ കവർ ഊരിയാൽ നമുക്ക് മഫ്ലറിൻ്റെ ക്ലാമ്പിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് സെർവോ മോട്ടറും ഡിസ്കണക്ട് ചെയ്യണം. അപ്പം അതാദ്യം ചെയ്യാം. അപ്പം നമ്മൾ ഈ കവർ ഊരി. അപ്പോൾ ഇതാണ് സെർവോ മോട്ടർ. ഇതിനപ്പം കണ്ടോ, ഇത് സെർവോ മോട്ടർ എന്ന് പറഞ്ഞാൽ 2 ലൈനാണ്. ഇത് ജസ്റ്റ് നമ്മുടെ കേബിൾ വെച്ച് കണക്ട് ചെയ്തപ്പോൾ അപ്പം ഇതാണ് ബട്ടർഫ്ലൈ വാൽവ്. ഇപ്പോൾ ഇതാണ് ഓപ്പൺ ആവണം ക്ലോസ് ആവണം ചെയ്യണം ത്രോട്ടിനനുസരിച്ച് ഇത് ടൈറ്റ് ആവുകയോ ലൂസ് ആവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സെർവോ മോട്ടറിൻ്റെ 2 ലൈനുകൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇത് കണ്ട് ഇതിനിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഊരി ഇത് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിടാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് മഫ്ലർ ഊരി പരിപാടി നടത്തിയാൽ മതി. അപ്പം നമുക്കിന് മഫ്ലർ ഊരിയിട്ട് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണം. ഒബ്വിയസ്ലി നമ്മൾ മഫ്ലർ ഊരിയാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്ലിപ്പ് ഓൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഹച്ചി അതെ വീഡിയോയ്ക്ക്. അത് ഇതാണ് നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹച്ചി അക്കിറ്റ. അത് അലങ്കിയല്ലേടാ. ഹാച്ചി. അപ്പോൾ നമ്മൾ മഫ്ലർ ഊരിയിട്ടുണ്ട്. മഫ്ലർ ഊരി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹാച്ചി. നമുക്ക് പൊട്ടിക്കണ്ടേ ഒച്ചേട്ടാ ചാടുവോ? പിടിച്ചോ.
ആളെ ഇറങ്ങിയോ? അതെ, നമ്മൾ ആളെ പിടി. ഇപ്പം നമ്മൾ മഫ്ലർ ഊരിട്ടുള്ള സ്റ്റാർട്ട് ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ മഫ്ലർ ഊരിയിട്ടുള്ള സൗണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ലിപ്പ് ഓൺ വെക്കണം. അപ്പോൾ സ്ലിപ്പ് ഓൺ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു ഡീപ്പ് നോട്ട് കിട്ടും, അല്ലാണ്ട് കൂടുതൽ ലൗഡ് കിട്ടുമെന്നല്ല. കൂടുതൽ ലൗഡ് വേണേൽ നമുക്ക് ക്യാറ്റൊക്കെ എടുത്ത് കളയണം. അപ്പം അത് നമ്മൾ ഡൗൺ ദി റോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതെടുത്ത് സ്ലിപ്പ് ഓൺ ചെയ്യാം. അപ്പോൾ ടോസിൻ്റെ സ്ലിപ്പ് ഓൺ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പിടിപ്പിക്കണം, ജസ്റ്റ് ക്ലാമ്പാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ സെർവോ ലൈൻ ഇപ്പോൾ നമ്മൾ സെർവോ മോട്ടർ ഊരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് സെർവോയുടെ മറ്റേ സെർവോ ബഡി അഡാപ്റ്റർ വരാനുള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഫുൾ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാമെന്ന്. ഇപ്പോൾ തൽക്കാലം ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ്, നമുക്ക് വയർ ടാഗ് എല്ലാം വെച്ച് കണക്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ജസ്റ്റ് സ്ലിപ്പ് ഓൺ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇൻസേർട്ട് ഇത് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ആക്കാൻ വേണ്ടി നട്ടില്ല. നട്ട് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ, അത് പഴയ എക്സോസ്റ്റിലാണ്. അപ്പോൾ പഴയ എക്സോസ്റ്റിൽ നിന്ന് നമുക്കത് ആദ്യം ഊരി എടുക്കേണ്ടി വരും. അത് ജസ്റ്റ് നമുക്ക് ഊരി എടുത്തിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബോൾട്ട്. അപ്പോൾ അതും കൂടെ ടൈറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ സെർവോ മോട്ടർ ലൈൻ ജസ്റ്റ് ഇപ്പം ഷിഫ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഡൗൺ ദി റോഡ് മാറണം. ഇപ്പോൾ സെർവോ മോട്ടർ എടുത്ത് കളയണം, അതാണ് മെയിൻ പരിപാടി. റെഡി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പം ടോസിൻ്റെ ഇത് സ്ലിപ്പ് ഓൺ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
മഫ്ലർ എല്ലാത്തിനും കുറച്ചുകൂടി ഡീപ്പ് നോട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ടോസിൻ്റെ ഒരു ഇതൊന്നും സ്ലിപ്പ് ഓണെന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ നിന്ന് കൂടുതൽ നമുക്ക് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അപ്പം എന്നാ പറഞ്ഞാൽ നമ്മൾ ഇതിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെഡറിൽ നിന്ന് ഇതാണിപ്പോൾ അതിൻ്റെ ഇത് തന്നെ ഹെഡർ. അപ്പം ഇതിവിടെ നമ്മളിത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ എക്സ് പൈപ്പ് വരും, എക്സ് പൈപ്പ് അല്ല വൈ പൈപ്പ് വരും, ഇവിടെ കട്ട് ചെയ്തിട്ട് വൈ പൈപ്പ് വരും. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു മിഡ് പൈപ്പ് ഉണ്ട്, ആ മിഡ് പൈപ്പാണ് പിന്നെ ഇങ്ങോട്ട് കയറുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ വൈ പൈപ്പും മിഡ് പൈപ്പും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനി അത് വരാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ തൽക്കാലം അപ്പോൾ നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഇതങ്ങെടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്താൽ പക്ഷേ കുറച്ചുകൂടെ ലൗഡ് അഗ്രസീവ് കറക്റ്റ് നോർമൽ R6-ൻ്റെ അഗ്രസീവ് സൗണ്ട് കിട്ടും. പക്ഷേ ഇതും ചിലപ്പം വൈഡ് ഓപ്പൺ ത്രോട്ടിൽ നമ്മൾ ഓടിച്ച് വൈഡ് ഓപ്പൺ ത്രോട്ടിൽ ചിലപ്പോൾ നല്ല സൗണ്ട് കിട്ടുമായിരിക്കണം. അപ്പം ഇത് ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു, നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് കാണിക്കാമെന്ന് ഓർത്ത് എല്ലാവരും. അപ്പം നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ ഫോളോ ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പീസ്, വീണ്ടും കാണാം.